പിന്നെ ഒന്നും ചെയ്യണ്ട, സ്കൂളിൽ പോകണ്ട. അത് തന്നെ സന്തോഷം. വെറുതെ രാവിലെ വിളിച്ചാണ് എടിപ്പിച്ചിട്ട്. ഇങ്ങനൊരു അനുഭവം എന്തായാലും നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എന്താണെന്നല്ലേ വഴിയെ കാണിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് മക്കളുടെ ലഞ്ച് ബോക്സ് പ്രിപ്പറേഷനാണ്. അപ്പം അവർക്ക് ഇന്ന് ലഞ്ച് ബോക്സിൽ ഞാൻ കൊടുത്തു വിടുന്നത് ചപ്പാത്തിയും മഷ്റൂം കറിയാണ് കേട്ടോ. ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു മഷ്റൂം കറി. അപ്പം എന്താണെന്ന് നോക്കാം, എങ്ങനെ ആയെന്ന് നോക്കാം, എല്ലാം റെഡിയായോ നോക്കാം. അപ്പോൾ ഇതാ മഷ്റൂമിൻ്റെ പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യം തന്നെ ചപ്പാത്തി ഞാൻ കുഴച്ച് വെച്ചേ. പിന്നെ ഞാൻ മഷ്റൂം വേകുന്ന സമയം കൊണ്ട് ചപ്പാത്തി ഒന്ന് പെട്ടെന്ന് ഉരുട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു. കാരണം സമയം പോയായിരുന്നു, പെട്ടെന്ന് റെഡി ആവണം. എല്ലാം കൂടെ ഇങ്ങനെ മിക്സ് ചെയ്താലേ ശരിയാവത്തുള്ളൂ. മക്കൾ റെഡിയാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മഷ്റൂം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ ആ സമയത്ത് അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സാക്കി കൊടുത്തു. ഒരു അടുപ്പിൽ ചപ്പാത്തി വെച്ചിട്ടുണ്ട് വേവാൻ വേണ്ടി, ഒരടുപ്പിൽ കൂൺകറി വെക്കുകയാണ്. പക്ഷേ ഉണ്ടല്ലോ, ഈ കൂൺകറി ഞാൻ ഇളക്കി കൊടുത്തിട്ട് ഒരു ചൂട് കാണുന്നില്ല. നോക്കിയപ്പം നമ്മുടെ ഗ്യാസ് തീർന്നു പോയി. ഒന്നും പറയണ്ട ഗൈസ്, പെട്ടുപോയി. നമ്മുടെ ഗ്യാസ് രാവിലെ തീർന്നു. വെളിയിലൊരു കുറ്റി ഉണ്ടായിരുന്നു, അതിലൊരു ഇച്ചിരി ഗ്യാസ് ഉണ്ടെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ അതും എടുത്തുകൊണ്ട് വന്ന് വെച്ച് നോക്കി, അതിലും ഒരു രക്ഷയില്ല. മക്കളൊക്കെ ഒരുങ്ങി സ്കൂളിൽ പോകാൻ വേണ്ടി റെഡി ആയിട്ട് വന്നു. എന്നും ഇവിടെ ബ്രെഡൊക്കെ കാണുന്നതാണ്. അങ്ങനെയാണെങ്കിലും പീനട്ട് ബട്ടർ തേച്ചിട്ടാണെങ്കിലും ഞാൻ കൊടുത്തു വിട്ടേനെ. പക്ഷേ ഇന്ന് ബ്രെഡും ഇല്ല. നമ്മുടെ ഇൻഡക്ഷൻ സ്റ്റോവില്ലേ, ഇൻഡക്ഷൻ ടോപ്പ്, അതാണെങ്കിൽ കംപ്ലൈൻ്റ് ആയിട്ട് ഇരിക്കുകയാണ്. അത് ചീത്തയായിപ്പോയി. ഒന്നും പറയണ്ട, ഗ്യാസ് തീർന്ന് പണി കിട്ടി. അങ്ങനെ നമ്മുടെ പിള്ളേരുടെ സ്കൂളിൽ പോക്ക് മുടങ്ങിയെന്ന് തന്നെ പറയാം. പിന്നെ ഒന്നും ചെയ്യണ്ട, സ്കൂളിൽ പോകണ്ട. അത് തന്നെ സന്തോഷം. വെറുതെ രാവിലെ വിളിച്ചാണ് എടിപ്പിച്ചിട്ട്. അവിടെ കിടന്നാ പോരായിരുന്നു. ആദ്യം പോയി ഗ്യാസ് ഇരുന്ന് ഞാൻ അറിഞ്ഞു പോണ്ടടി. ഒന്നും പറയണ്ട, മക്കളൊക്കെ രാവിലെ തന്നെ റെഡി ആയിട്ടൊക്കെ വന്നതാണ്. എന്നെ ചെയ്യാനാ, ഇന്നത്തെ അവസ്ഥ ഇങ്ങനെ ആയിപ്പോയി. ഒരു ചപ്പാത്തി റെഡി ആയിട്ടുള്ളായിരുന്നു, ഒരു ചപ്പാത്തി അടുപ്പിൽ കിടക്കുമായിരുന്നു. അത് പകുതി വെന്തതേ ഉള്ളൂ. പിന്നെ മഷ്റൂം നമുക്ക് ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്രഷ് ക്രീമൊക്കെ ചേർക്കണമായിരുന്നു അതിൽ. പിന്നെ നമ്മൾ പൊടി തട്ടി ഒരു സാധനം എടുത്തിട്ടുണ്ട്, കെറ്റിൽ. നമ്മൾ എന്തെങ്കിലും ഉപയോഗം ഇല്ലാതെ വെക്കുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ അതിൻ്റെ ഉപയോഗം അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ മുത്താണിപ്പോൾ നമ്മുടെ കെറ്റിൽ. നമ്മുടെ കെറ്റിലെടുത്ത് അതിനകത്ത് വെള്ളം തിളപ്പിച്ച് ഉമ്മച്ചി കടിയും കാപ്പി വെച്ചു കേട്ടോ. രാവിലെ ഉമ്മച്ചിക്ക് കാപ്പി വേണം, അപ്പോൾ കാപ്പി വെച്ചു. പിന്നെ ഞാൻ ഗ്രീൻ ടീ അല്ലേ കുടിക്കുന്നത്, അതുകൊണ്ട് ഞാനിതാ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഗ്രീൻ ടീ ഗ്ലാസ്സിൽ ഇട്ട് കൊടുത്തിട്ട് തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഗ്രീൻ ടീ എടുത്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പെട്ടുപോയി. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ.